പത്തനംതിട്ട പയ്യന മണ്ണിലെ ക്വാറി അപകടത്തിൽ പാറയ്ക്കടിയിലുള്ള തൊഴിലാളിക്കായി ഇന്നും തെരച്ചിൽ. ബീഹാർ സ്വദേശി അജയ് രാജിനെയാണ് കണ്ടെത്താനുള്ളത്. NDRF സംഘം ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകും. മരിച്ച ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ചെങ്കുളത്ത് ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇനി ഈ തെരച്ചിൽ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. അഖില 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ NDRF സംഘം അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ സന്ധ്യയോടുകൂടി വീണ്ടും പാറമട പൊട്ടാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിൽ തെരച്ചിൽ ഇന്നലെ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. എന്തായാലും ഇന്നലെ സന്ധ്യയോടുകൂടി തന്നെ 30 അംഗ NDRF സംഘം സ്ഥലത്തെത്തിയിരുന്നു. അവർ തെരച്ചിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് വീണ്ടും പാറ പൊട്ടി അപകടം ഉണ്ടായത്. നേരത്തെ അപകടമുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് അപകടമുണ്ടായത്. ഇത് പിന്നീട് തെരച്ചിൽ പുനരാരംഭിക്കാൻ ഏറെ ദുഷ്കരമാകുന്ന സാഹചര്യം ഉണ്ടാക്കി, ഏറെ പ്രതിസന്ധി ഉണ്ടാക്കി. എന്തായാലും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ NDRF സംഘത്തിന്റെ കൂടി സഹായത്തോടെ സംയുക്തമായി തെരച്ചിൽ നടത്തും. ഇനി കണ്ടെത്താനുള്ളത് അജയ് രാജ്, ബീഹാർ സ്വദേശിയായ അജയ് രാജിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇയാളായിരുന്നു ഹിറ്റാച്ചി ഓടിച്ചിരുന്നത്. ഇയാളുടെ സഹായിയായ മഹാദേവ് പ്രധാൻ ഒഡീഷ സ്വദേശിയാണ്. മഹാദേവ് പ്രധാന്റെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെടുത്തിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അപകടത്തിന് പിന്നാലെ തന്നെ സ്ഥലത്തെത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയെങ്കിലും ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നതിന് ഏറെ പ്രയാസപ്പെട്ടു. അതുതന്നെയായിരുന്നു ഈ തെരച്ചിൽ നടത്താൻ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും പ്രതിസന്ധിയുമായി നിലനിന്നിരുന്നത്. എന്തായാലും 4 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയ ശേഷമായിരുന്നു ഈ മഹാദേവ് പ്രധാന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത്. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ തന്നെ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് എന്ന നിർദ്ദേശവും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഈ സുരക്ഷാ മുൻകരുതലുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അപകടം നടന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ ഏറെ പ്രയാസമുണ്ട്. ഏറെ ശ്രമകരമായ ദൗത്യമായിരിക്കും NDRF സംഘത്തിനും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുമുള്ളത്. കാരണം അതേ ഭാഗത്ത് തന്നെ ഇന്നലെ അപകടം നടന്ന അതേ ഭാഗത്ത് തന്നെ വീണ്ടും പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അപകടം നടന്ന ഹിറ്റാച്ചി തകർന്നു കിടക്കുന്ന ഹിറ്റാച്ചിക്ക് മുകളിൽ കൂടി തന്നെയാണ് വീണ്ടും സന്ധ്യയ്ക്കും ഈ പാറ മട ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു താൽക്കാലികമായി ഇന്നലെ സന്ധ്യയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് സംഘം എത്തിയത്. തുടർന്ന് ഇന്ന് 7 മണിക്ക് തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ഈ ബീഹാർ സ്വദേശി അജയ് രാജിന്റെ അജയ് രാജിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയും ചെയ്യും. എന്തായാലും ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും, ശ്രമകരമായ വെല്ലുവിളി തന്നെയായിരിക്കും ഈ NDRF ഫയർഫോഴ്സ് സംഘത്തിന് ഉണ്ടാവുക. എന്തായാലും ഇന്ന് 7 മണിയോടുകൂടി ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ഫയർഫോഴ്സ് സംഘത്തിനും അതുപോലെ തന്നെ NDRF സംഘത്തിനും ഉള്ളത്. അഖില, ശ്രീരാജി, മരിച്ച ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അഖില, ഇന്നലെ ഈ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും മൃതദേഹം വീട്ടുകാർക്കടക്കം വിട്ടുകൊടുക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുക. ഇവർ ഏറെക്കാലമായി ഈ അജയ് രാജും അതുപോലെ തന്നെ മഹാദേവ് പ്രധാനും ഏറെക്കാലമായി ഈ ചെങ്കുളം ക്വാറിയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് വന്നിരുന്നവരായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ജോലി ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ പാറമട ഇടിഞ്ഞു വീണ് ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് ഈ പാറമട ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഇന്നലെ മൃതദേഹം കണ്ടെടുത്ത അജയ് ദേവ് പ്രധാന്റെ മൃതദേഹം ഈ അപകടം നടന്നതിന് ഏറെ താഴ്ഭാഗത്തായിട്ടായിരുന്നു ഇന്നലെ കണ്ടെടുത്തത്. എന്തായാലും ഈ പാറ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള വഴിവെട്ടുന്ന പ്രവൃത്തിയിലായിരുന്നു ഇരുവരും ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്കായിരുന്നു ദാരുണമായ ഒരു അപകടമുണ്ടായത്. അഖില, ശ്രീരാജ്, ഈ അപകടത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആരുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്?
അഖില, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പ്രദേശവാസികൾ അതുപോലെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അനുമതി ഇല്ലാതെയായിരുന്നു ഈ ക്വാറിയുടെ പ്രവർത്തനം എന്നതാണ്. എന്നാൽ ജിയോളജി വകുപ്പിന്റെ കൃത്യമായ അനുമതിയോടുകൂടി തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യമാണ് ക്വാറി ഉടമകളടക്കം വിശദീകരിക്കുന്നത്. എങ്കിൽ പോലും ജിയോളജി വകുപ്പ് ഇവിടെ കൃത്യമായി ചില പോയിന്റുകളിൽ നിന്ന് മാത്രമാണ് പാറ പൊട്ടിക്കാനുള്ള അനുമതി നൽകിയിരുന്നതെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ആ ഭാഗത്ത് നിന്ന് തന്നെയാണോ ഇത്തരത്തിൽ പാറ പൊട്ടിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക്, അല്ലെങ്കിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യമെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാറിയുടെ അനുമതിയെ സംബന്ധിച്ചും വലിയ ആക്ഷേപം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടാകുന്നുണ്ട്. അവർ പറയുന്നത് ക്വാറി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അനുമതി നേടിയെടുത്തതെല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ എല്ലാം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ വഴിവിട്ട സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അനുമതി നേടിയെടുത്തത് എന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. അതിന് അവർ പറയുന്ന കാര്യം, മറ്റൊരു പരിശോധനയുടെ ഭാഗമായി ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ ക്വാറി നിൽക്കുന്ന ഭാഗമെന്നടക്കം കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശത്തെ ക്വാറി പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ പ്രദേശവാസികൾക്കടക്കം വലിയ ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിയോളജി വകുപ്പിന്റെ അടക്കം വഴിവിട്ട സഹായത്തോടു കൂടിയാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജിയോളജി വകുപ്പ് വിശദീകരിക്കുന്നത് ചില പോയിന്റുകളിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ പാറ പൊട്ടിക്കാനുള്ള അനുമതിയായിരുന്നു ക്വാറിക്ക് നൽകിയിരുന്നത് എന്നാണ്. ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത് കൃത്യമായി പറഞ്ഞ അല്ലെങ്കിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയുള്ള അതേ പോയിന്റുകളിൽ നിന്ന് തന്നെയാണോ ക്വാറി പൊട്ടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഇവിടെ എത്തിയ പൊതുപ്രവർത്തകരടക്കം പറയുന്നത് ഈ പൊട്ടിച്ച ഭാഗങ്ങളെല്ലാം തന്നെ ക്വാറി അല്ലെങ്കിൽ ജിയോളജി വകുപ്പിന്റെ അനുമതി ഇല്ലാത്ത ഭാഗങ്ങളായിരുന്നു എന്നാണ് ഇന്നലെ ഇവിടെ എത്തിയ പൊതുപ്രവർത്തകരടക്കം ആരോപിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ള ഒരു ആക്ഷേപമുണ്ട്. എന്തായാലും അതിലെല്ലാം തന്നെ വിശദമായ പരിശോധന ഉണ്ടാകണം. താൽക്കാലികമായി നിലവിൽ ജില്ലാ കളക്ടർ ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അഖില, തുടർച്ചയായ പാറയിടിച്ചിലായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തീർന്നിരുന്നത്. ഇന്ന് ആ തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് നേരിടുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നേരിടുന്നുണ്ടോ? തീർച്ചയായും അഖില, രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കാരണം ഇന്നലെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം NDRF സംഘം ഇവിടെ എത്തിയതിനു ശേഷവും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നതിന്റെ കാരണം ഇത്തരത്തിൽ പാറമട വീണ്ടും പൊട്ടുന്ന ഒരു സാഹചര്യം കൊണ്ട് മാത്രമായിരുന്നു. കാരണം രക്ഷാപ്രവർത്തകർ അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ, ജില്ലാ കളക്ടർ അടക്കം അവിടെ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ പാറമട വീണ്ടും പൊട്ടി വീണത്. ഈ രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ് സംഘമടക്കം തലനാരിഴയ്ക്ക് വേണം അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ. അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം 3-4 തവണ, ഈ അപകടത്തിന് ശേഷം 3-4 തവണ ഇത്തരത്തിൽ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനം വലിയ തരത്തിലുള്ള പാറ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് സംഘം തെരച്ചിലടക്കം നിർത്തിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത്തരത്തിൽ പാറ പൊട്ടാനുള്ള സാധ്യത ആ ഭാഗത്തുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ നിഗമനത്തിലാണ് അങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് എന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രമകരമായ ദൗത്യമായിരിക്കും ഈ ഫയർഫോഴ്സ് സംഘത്തിനും അതുപോലെ തന്നെ ഇവിടെ എത്തിയ NDRF സംഘത്തിനും നേരിടേണ്ടി വരിക. കാരണം സൂചിപ്പിച്ചതുപോലെ പാറ പൊട്ടുന്ന ഒരു സാഹചര്യം ഇനിയുമുണ്ട്. അവിടെ നിൽക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ പാറ ഇനിയും പൊട്ടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് മാത്രമാകും അത്തരത്തിലുള്ള തെരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അനഘ, പത്തനംതിട്ട പയ്യന മണ്ണിലെ ക്വാറി അപകടത്തിൽ ഇന്നും തെരച്ചിൽ തുടരും. പ്രതികൂലമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ പോലും മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും നടക്കുക. അപകടത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ചെങ്കുളത്ത് ക്വാറിയുടെ പ്രവർത്തനം കളക്ടറും നിരോധിച്ചിട്ടുമുണ്ട്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.